അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഫൈനൽ സ്റ്റേജിലുള്ള DIY പരിപാടികളാണ് ഇവിടെ ഈ നടക്കുന്നത്. എന്റേതായിട്ടുള്ള എന്തെങ്കിലും കലാസൃഷ്ടി ഇവിടെ ഇല്ലെങ്കിൽ എനിക്കത് എന്തോ ഒരു എനക്കേടാണ്. സൈഡിൽ നമ്മൾ ടൈൽസ് ഒട്ടിക്കുന്നില്ല, വാൾപേപ്പർ തന്നെ സ്റ്റിക്ക് ചെയ്യുവാണ്. എനിക്കതിനായിട്ട് നല്ല ക്ഷമയുള്ളൊരു പണിക്കാരൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, കാശും കൊടുക്കണ്ട. പ്ലസ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ കിച്ചണിൽ ഇനി ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഏരിയയിലേ പറ്റത്തുള്ളൂ. ഇപ്പൊ മതിലിൽ കാണുന്ന ഈ ഒരു ടൈലിന് അങ്ങനെ കുറച്ച് ബംസ് ഉണ്ട്, അതങ്ങനെ ഫ്ലാറ്റ് അല്ല. ഈ വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും ആ ബംസ് ഒക്കെ അങ്ങനെ തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, ഇറ്റ് വാസ് ലുക്കിംഗ് ഗുഡ്. ഞാൻ എപ്പോൾ വാൾപേപ്പർ മേടിച്ചാലും 1000 സെന്റിമീറ്ററോളം ഞാനങ്ങ് മേടിക്കും. കാരണം ഇനി കുളവായി പോയാൽ, ഇൻ കേസ് എവിടെയെങ്കിലും ഇത്തിരി എന്തെങ്കിലും പറ്റിയാൽ ചുരുട്ടി കൂട്ടിക്കളഞ്ഞാൽ നമുക്ക് വീണ്ടും എടുക്കാനുണ്ടാവണ്ടേ. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വാൾപേപ്പർ ഒട്ടിച്ചൊട്ടിച്ച് ഞങ്ങൾ പ്രോ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. നമ്മൾ വാൾപേപ്പർ മേടിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് മെഷർമെന്റ് എടുത്ത് മേടിക്കാതെ കുറച്ചധികം മേടിക്കാം. രണ്ടാമത്തേതായിട്ട് ഒരുപാട് സമയം നമുക്ക് മുന്നിൽ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്കായിട്ട് ഇറങ്ങാം. ക്ഷമ ഇസ് എ മസ്റ്റ്. നെക്സ്റ്റ് വൺ, ഇത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഞാൻ ഒരു ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതാണ് കാണാറുള്ളത്. ക്ലോത്ത് വർക്ക്സ് ബെറ്റർ. അടുക്കളയിൽ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പീസ് തുണി എടുക്കുക, അത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. അത് നല്ല രീതിക്ക് ഒട്ടിക്കോളും. പണിക്കാരനെ കുറിച്ച് കുറച്ചധികം പൊക്കി പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്യാരംസ് കളിക്കാനുള്ള ടീമിൽ ആളെങ്ങാണ്ട് കുറഞ്ഞപ്പോൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. മാസം തികഞ്ഞിട്ടും പ്രസവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി. പിന്നെ രണ്ടും കൽപ്പിച്ച് ഉള്ള ക്ഷമ മുഴുവൻ ആവാഹിച്ച് ഞാൻ തന്നെ ബാക്കി പരിപാടികൾ ചെയ്തു. പക്ഷെ ആലൻ ചെയ്യുന്ന പോലെ നല്ല ലെങ്ത് ഉള്ള പീസസ് എടുത്തില്ല, കുഞ്ഞു കുഞ്ഞു പീസസ് എടുത്തു. അതും ഒരു ടിപ്പാണ്. നമുക്ക് പറ്റുന്ന പോലെ ജോയിൻ ചെയ്ത് പോയാൽ മതി. പീസസ് ചെറുതാക്കിയാൽ പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ്, ഇത് പേസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലും ഇത് പിടിച്ച് വലിക്കരുത്. ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് അത് വലിച്ചാൽ ഏങ്കോണിപ്പ് വരും. അതിന്റെ ആ ഒരു നാച്ചുറൽ ഫ്ലോയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. പതുക്കെ ആ ക്ലോത്ത് വെച്ച് പുറത്തൂടെ ഇങ്ങനെ തേച്ച് ഒട്ടിച്ചു പോവുക. ആലൻ അപ്പോഴേക്ക് തിരിച്ചെത്തിയിരുന്നു. ഞാൻ വളരെ ഉത്സാഹിച്ച് പണിയെടുക്കുന്നത് കണ്ടിട്ട് എന്നെ ഡിസ്കറേജ് ചെയ്യാൻ പോയില്ല. നീ പതുക്കെ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ക്ലീനിങ് ഒരു സെക്ഷനിൽ അങ്ങ് തുടങ്ങി. പ്ലാസ്റ്റിക് ഒരു ബാഗിൽ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനായിട്ട്, ആക്രിക്ക് കൊടുക്കാനുള്ള ഇരുമ്പ് തുരുമ്പൊക്കെ അങ്ങനെ ആലൻ അവിടെ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പീസൊക്കെ ആയപ്പോഴേക്ക് ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയി. ക്ലോത്ത് ഒന്നും എടുത്തില്ല, കൈ വെച്ച് തന്നെ ഷടപടയെന്നും ഒട്ടിച്ചു തുടങ്ങി. ഈ ഒരു സൈഡിൽ നമുക്ക് ടൈലോ അല്ലെങ്കിൽ വേറെ സെപ്പറേഷനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അടുത്തൊരു ടിപ്പ് പറഞ്ഞു തരാം. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ സ്കെയിലും പെൻസിലും വെച്ചിട്ട് അതിന്റെ ആ എൻഡ് വരുന്ന പാർട്ടിൽ നൈസായിട്ട് പെൻസിൽ കൊണ്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. അഥവാ തെറ്റിയാൽ ഇറേസർ യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ട് പെൻസിൽ കൊണ്ട് മാത്രമേ വരയ്ക്കാവൂ. അത് നല്ല നീറ്റായിട്ട് എഡ്ജ് ഫിനിഷോടെ ഇരിക്കും. ഈ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞാൽ തൂത്ത് തുടച്ച് പിറക്കി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ കിച്ചൺ ടൂർ അങ്ങ് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. കിച്ചൺ ടൂർ വിത്ത് ബില്ല്, എനിക്ക് വന്ന കോസ്റ്റ്, എൻ്റെ എസ്റ്റിമേറ്റ്, എല്ലാ ഡീറ്റെയിലും ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.